26 പേരുടെ ചോരയ്ക്ക് ആ കൂട്ടക്കുരുതിക്ക് പിന്നിലെ സാത്താൻ തലച്ചോറുകൾ പൂക്കുല പോലെ ചിതറിച്ചാണ് പകരം വീട്ടിൽ. അത് ഈ രാജ്യത്തിന് നേർക്കുനേർ വന്നാൽ പ്രതികാരം ഖൂൻ കബദല ഖൂൻ, ചോരയ്ക്ക് ചോര. അതിലും പഠിക്കാതെ വാവോയ കോടാലികൾ നേതാക്കളുടെ വെറും വിരട്ടും പോരാൻ ആകാശത്ത് ആക്രോശമായി വന്ന അധമരാഷ്ട്രത്തിന്റെ ശത്രുപ്പടയെ ആധികാരികമില്ലാതാക്കി ആകാശം കോട്ടകെട്ടിക്കാത്തവർക്ക് ആദരം മാത്രമല്ല ഇന്ന് പ്രധാനമന്ത്രിയുടെ ആദംപൂർ യാത്ര. ഏതോ ഹൈസ്പീഡ് മിസൈലിട്ട താവളം തകർത്തുവെന്നും ഇന്ത്യൻ എയർ ഡിഫൻസിന്റെ ഫയർവാൾ ആവനാഴിയിലെ അജയ്യൻ S-400 ഇല്ലാതാക്കിയെന്നും ഗീബൽസിന്റെ പിൻഗാമികൾ ആവർത്തിച്ച് പറയുന്ന കള്ളം പൊളിക്കാൻ കൂടിയാണ്. ഒരു കോപ്പിയടി വാർത്താ സമ്മേളനത്തിൽ പറയലാണ്. തൊടുത്തുവിട്ട ആയുധ കളിപ്പാട്ടങ്ങൾ രാജ്യ തലസ്ഥാനത്തെ ആകാശത്ത് കറങ്ങി നടന്നു എന്ന് പറയുന്നത് ഏതെങ്കിലും മുഖമില്ലാത്ത സൈബർ കോമാളിക്കൂട്ടമല്ല. അവരുടെ സൈനിക നേതൃത്വം പട്ടാള വക്താവാണ്. അതിർത്തിയിൽ പൊങ്ങി വിഷപ്പത്തിക്ക് അടിയേറ്റ് മോന്തകീറിയ പരാജയം മറച്ചുവെക്കാനാണെങ്കിലും ഗ്യാസ് ലൈറ്റിംഗിൽ പറയുന്ന വ്യാജത്തിനൊരു പരിധി വേണ്ടേ സാറേ? PL-15 അബ്ദാലിയും ഫത്താവൺ മിസൈലും അടക്കം ആവനാഴിയിൽ എന്തൊക്കെ തൊടുത്താലും എടോ പാകിസ്ഥാൻ പട്ടാളക്കാര, ഡൽഹി പോട്ടെ, ഈ രാജ്യത്തിന്റെ വ്യോമാതിർത്തി കടക്കുന്ന നിമിഷം ആയുധങ്ങൾക്ക് വിനാശവിധിയാണ് ആകാശ സമാധി. ആർപ്പുവിളിയാണ് അയൽക്കാരന്റെ തെരുവുകളിൽ. ഇന്ത്യയെ തോൽപ്പിച്ചുവെന്നാണ് ആക്രോശം. ഈ മഹാരാജ്യത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ കറാച്ചിയുടെ വേട്ടപ്പട്ടികൾ ഒന്നുകൂടി ചത്തു ജനിക്കണം. അന്നൊരു നാൾ പാകിസ്ഥാനുമായി യുദ്ധം നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഇറങ്ങും ഞങ്ങളുടെ മൈറ്റി 7th ഫ്ലീറ്റ് 7ാം കപ്പൽപ്പട എന്ന അങ്കിൾ സാമിന്റെ അമേരിക്കൻ വിരട്ടോട് പോയി പണി നോക്കാൻ പറഞ്ഞ നിയാസയെ മുട്ടുകുത്തി 71 ജയിച്ചു എന്നാണ് നിങ്ങളുടെ വ്യാജ പ്രഘോഷണമെങ്കിൽ ഇല്ലാത്ത ജയത്തിന്റെ മായക്കാഴ്ചകൾ ആഘോഷമാക്കിക്കോ. പക്ഷേ മേലാൽ ഞങ്ങളുടെ കൂടപ്പുറപ്പുകളുടെ ചോര വീഴ്ത്താൻ ആയുധമായി ഒരുത്തനെങ്കിലും ഈ മണ്ണിൽ കാലുകുത്തിയാൽ എഴുതി വെച്ചോ തെമ്മാടി നേതൃത്വമേ, നിങ്ങളുടെ പട്ടാള സ്ഥാനം റാവൽപിണ്ടി ഓർമ്മയാണ്. അതിന്റെ സ്ഥാനം മണ്ണിനടിയിലാണ്, പാതാളക്കുഴി. അഫ്രീദി അടക്കം ആർത്തുപുളക്കലിൽ മറക്കേണ്ട. കഴിഞ്ഞിട്ടില്ലേ മഹാരാജ്യത്തിന്റെ പ്രതികാരം? തലച്ചോറിൽ കൊടുംവിഷം കുത്തിവെച്ച് അതിർത്തി കടത്തിവിട്ട ചെറുത്താന്റെ മക്കളെ മൂക്കിൽ പഞ്ഞിയും വെച്ച് നിങ്ങൾ കൊടുത്തുവിട്ട അതേ കലാനിഷ്കവും നെഞ്ചിൽ കുത്തിവെച്ച് അട്ടാരി അതിർത്തിയിൽ വൈകാതെ കൈമാറുന്നുണ്ട്. അസീം മുനീറും അവന്റെ കൂലിപ്പട്ടാളവും. പറ്റിയാൽ ആർമി ആസ്ഥാനത്തോട് ചേർന്നവർക്ക് ഒരു സ്മാരകം പണിയണം. ലാഹോറിലടക്കം ഉച്ചിയിൽ കൊണ്ട വെടിയുടകള് നാണക്കേടുകൾക്ക് പരാജയത്തിന്റെ ഒരു മുടിഞ്ഞ സ്മാരകം.